ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. നിളയുടെ തീരത്ത് നിന്ന് പത്മനാഭന്റെ മണ്ണിലേക്ക് ഒരു യാത്ര. നിളയുടെ തീരത്ത് നിന്ന് പത്മനാഭന്റെ മണ്ണിലേക്ക് ആനവണ്ടിയിൽ ഒരു യാത്ര. മാർച്ച് 12 മുതൽ ഈ യാത്ര സഫലമാവാൻ തുടങ്ങുകയാണ്. KSRTCയുടെ പ്രീമിയം ബസ് ഇനി ഒറ്റപ്പാലത്ത് നിന്ന് തലസ്ഥാന നഗരിയിലെത്തും. മാർച്ച് 12 വൈകുന്നേരം 5 മണിക്ക് ഒറ്റപ്പാലം സ്റ്റാൻഡിൽ ഒറ്റപ്പാലം തിരുവനന്തപുരം KSRTC ബസ്സിന് സ്വീകരണം നൽകും. തുടർന്ന് ബസിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങും നടക്കും. എല്ലാ ദിവസവും രാത്രി 9 മണിക്കാണ് ഒറ്റപ്പാലത്ത് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള KSRTC യാത്ര തുടങ്ങുക. പഴയന്നൂർ ചേലക്കര വഴി കോട്ടയം കൊട്ടാരക്കര വഴിയാണ് ബസ് തിരുവനന്തപുരത്തേക്ക് എത്തുക. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിനെ നേരിട്ട് കണ്ട് അഭ്യർത്ഥിച്ചിരുന്നതായി ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് പ്രേംകുമാർ അറിയിച്ചു. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ആനവണ്ടി മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും കാണുന്ന നമ്മുടെ KSRTCക്ക് ഒറ്റപ്പാലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ചരിത്രത്തിലാദ്യമായി ഒരു സർവീസ് ആരംഭിക്കാൻ പോവുകയാണ്. KSRTCയുടെ പ്രീമിയം വണ്ടിയാണ് ഒറ്റപ്പാലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാറിനെ നേരിൽ കണ്ട് അഭ്യർത്ഥിച്ച ഒരു കാര്യമാണ് മണ്ഡലത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്കൊരു ബസ് എന്നത്. ഈ വരുന്ന മാർച്ച് 12 വൈകിട്ട് 5 മണിയോടെയാണ് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ ബസ് എത്തുക. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പഴയന്നൂർ ചേലക്കര വഴി കോട്ടയം വഴി കൊട്ടാരക്കര വഴി തിരുവനന്തപുരത്തേക്ക് ബസ് സാധ്യമാവുകയാണ്. മാർച്ച് 12 വൈകിട്ട് 5 മണിക്ക് ബസ് സ്റ്റാൻഡിൽ നൽകുന്ന സ്വീകരണത്തിലും തുടർന്ന് നടത്തുന്ന ഫ്ലാഗ് ഓഫ് ചടങ്ങിലും വളരെ അഭിമാനപൂർവ്വം പ്രിയപ്പെട്ട നാട്ടുകാരെയും സുഹൃത്തുക്കളെയും എല്ലാം ക്ഷണിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ അഭിമാന നിമിഷത്തിൽ നമുക്കെല്ലാവർക്കും